എന്ത് പറ്റി നന്ദിനി? തനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല സർ. എടി, നിന്നോട് ആരാ പറഞ്ഞിങ്ങനെ വേഷം കെട്ടാൻ? നിന്നോടാണ് ചോദിച്ചത്. അത് സൂര്യ സാറ് നിർബന്ധിച്ചതുകൊണ്ടാ. സൂര്യ സാറ് നിർബന്ധിച്ച നീ എന്ത് ചെയ്യൂ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അതനുസരിച്ചല്ല ഈ കുടുംബത്തിനകത്ത് നീ നിൽക്കുന്നെങ്കിൽ കേട്ടല്ലോ, അടിച്ചു നിന്നെ പുറത്താക്കും. നന്ദിനി, തന്നോട് ഈ ഡ്രസ് ഇടാൻ പറഞ്ഞത് ഞാനാ. താൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവിടെ നിന്നല്ല, ഏത് കുടുംബത്തിനും അപമാനം ഉണ്ടാക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് മാറ്റണമെന്ന് തന്നോട് ആര് പറഞ്ഞാലും അത് മാറ്റാൻ പാടില്ല. പിന്നെ ഈ അടിച്ചു പുറത്താക്കുന്നുള്ള ഭീഷണി അടിക്കാൻ ആരെങ്കിലും കൈ ഓങ്ങുന്നതിന് മുമ്പ് തിരിച്ചടിച്ചിരിക്കണം. അല്ല, ഇത് ഞാൻ തന്നോട് മാത്രമായിട്ട് പറയുന്നതല്ല, ഈ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളോടും പറയുന്നതാ. അതെ, കുടുംബത്തിൽ വന്ന് കയറുന്നവരെ ഇരുട്ടുമുറിയിലിട്ട് ചവിട്ടി കൂട്ടിയ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും അത് മനസ്സിലാവാത്ത ചിലര് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഇവളെ കൊണ്ട് എന്ത് വേഷം കെട്ടിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത്? അതെ, നന്ദിനി എന്റെ ഷർട്ട് ഇട്ടു, അതിൽ എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല. സൂപ്പർ അല്ലേ? അല്ലേ? ഇനി നാളെ എന്റെ ജീൻസും ഷർട്ടും ഇടാനാണ് നന്ദിനിക്ക് താല്പര്യമെങ്കിൽ നന്ദിനിയോട് അതിടാൻ ഞാൻ പറയും. അതെ, ബുദ്ധിമുട്ടുള്ളവരെ അങ്ങോട്ട് നോക്കണ്ട, അത്രേ ഉള്ളൂ. അല്ല, അച്ഛന്റെ അഭിപ്രായം എന്താ? എടാടാ, നീ അച്ഛനൊന്നും കൂട്ടുപിടിക്കണ്ട. ദേ, ഇവള് ഈ വേലക്കാരി ഈ വീടിനകത്ത് ഇത്തരം ഡ്രസ്സ് ധരിച്ച് നടക്കാൻ പറ്റില്ല. നീ എന്തിനാ സൂര്യ മമ്മി ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഇവളെപ്പോഴാ ഇത്രയും പരിഷ്കാരിയായത്? ഇവളുടെ അച്ഛൻ ആരാണെന്നും ഇവളുടെ കുടുംബം എന്താണെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ചുള്ള വേഷം ധരിച്ചാ മതി. ഓ, അങ്ങനെ ഓരോ കുടുംബത്തിനനുസരിച്ചുള്ള വേഷങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? അയ്യോ, എങ്കിയാ എനിക്കതൊന്നും അറിയണല്ലോ, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അല്ല, നിങ്ങളിൽ ആരാ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്? ഒന്ന് പറയൂ. ഒരാളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവൾ ഇതുവരെ ധരിച്ചത് എന്താണോ അത് തന്നെ ധരിച്ചാ മതി. എന്താ നാത്തൂനെ? എന്നെ കളിയാക്കിക്കോ. പക്ഷേ ഇവര് പറയുന്നതിൽ കാര്യമുണ്ടളിയ. നന്ദിനിയെ സാധാരണ ഇടുന്ന ഡ്രസ് ഇടട്ടെ, അല്ലാതെ പെട്ടെന്നൊരു ദിവസം എന്താ ഒരു ചേഞ്ച്? അയ്യോ, നന്ദിനി ഇപ്പൊ പഴയ ആളല്ലല്ലോ നാത്തൂനെ. സിഇഒ അല്ലേ, സിഇഒ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് നന്ദിനിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ ഉണ്ടാവില്ലേ? ഇല്ലേ? നന്ദിനിക്ക് ഇനി അതിൽ താല്പര്യമില്ലെങ്കിൽ തന്നെ അതൊക്കെ കൊണ്ടുവരാൻ ഞാൻ നിർബന്ധിക്കില്ലേ?
അവളൊരു പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ വേഷം ധരിക്കണമെന്നാ ഞാൻ പറഞ്ഞത്.